100% യോജിപ്പോടുകൂടി ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. ഈ നിലപാടുകളോടെല്ലാം യോജിപ്പാണെങ്കിലും ഫാക്ട്സ് എന്നൊരു കാര്യമുണ്ട്. ആ ഫാക്ട്സ് പുറത്തു വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഹാഷ്മി പറ്റുമെങ്കിൽ ഹാഷ്മിയുടെ സ്വന്തം ചാനൽ കൂടിയായ 24 ന്യൂസിന്റെ ബ്രേക്കിംഗ് ന്യൂസ് ഇപ്പോൾ ഒന്ന് കാണണം. ഞാൻ നേരത്തെ പറഞ്ഞ ലോൺ ആപ്പിന്റെ അടക്കമുള്ള കാര്യങ്ങളുടെ ആംഗിളുകൾ പോലീസും കമ്മീഷണറും പറയുന്നല്ലോ. പോലീസ് കമ്മീഷൻ രാഹുൽ ഈശ്വർ കേരളത്തിൽ ലോൺ ആപ്പ് ഉണ്ടായിട്ടുണ്ട്. ലോൺ ആപ്പുകളിൽ നിന്ന് ബന്ധുക്കളുടെ ഫോൺ നമ്പർ എടുത്തു വെച്ച് അശ്ലീല ചിത്രം അയച്ചുകൊണ്ട് ആത്മഹത്യ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ലോൺ ആപ്പ് അവിടെ നിൽക്കട്ടെ, പോലീസ് പറഞ്ഞ അത് എന്താണ് ആപ്തവാക്യമാണല്ലോ, അവിടെ നിൽക്കട്ടെ, ലോൺ ആപ്പൊക്കെ അവിടെ നിൽക്കട്ടെ. ആയിക്കോട്ടെ, അല്ലല്ലേ ഷാബു പ്രസാദ്, ആയിക്കോട്ടെ, അതായിക്കോട്ടെ. പക്ഷെ ലോൺ ആപ്പുകൾ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ഈ ലോൺ ആപ്പുകൾ ഫോണിൽ നിന്നും ഈ പറയുന്ന രേഖകൾ ചോർത്തിയെടുക്കലും ഈ പറയുന്ന അശ്ലീല ചിത്രം ഉണ്ടാക്കലും കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കലും വീട്ടുകാർക്ക് അയച്ചു കൊടുക്കലും ആത്മഹത്യ കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? ആ ലോൺ ആപ്പ് പോലീസ് പറഞ്ഞ അവിടെ നിൽക്കട്ടെ. പോലീസ് പറഞ്ഞ വേദവാക്യമല്ല. രാഹുൽ പറഞ്ഞു പൂർത്തിയാക്കൂ. ആരും ആണെന്ന് പറയുന്നില്ല, രണ്ട് ബാലൻസിംഗ് നോക്കണ്ട, എന്തോ ആപ്പ് എടുത്ത് വെച്ചിട്ട് ഇതിന്റെ സഹോദരി ഈ സമയത്ത് പോലും അവരുടെ വിഷമം കടിച്ചു പിടിച്ച് അവരുടെ ആ നിലപാട് പറയാൻ കാണിച്ച ധൈര്യത്തിന് ഒരുപാട് പ്രണാമമുണ്ട്. അവിടെയാണ് സണ്ണി സാറിനോട് ഞാൻ യഥാർത്ഥത്തിൽ സണ്ണി സാറിനെ അല്ല പറഞ്ഞത്, നേരെ തിരിച്ച് ഷാബു പ്രസാദെ, ഒരു ആപ്പ് കിട്ടിയപ്പോഴേക്ക് താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഒരു നിറമാറ്റം? എന്തിനാണ് ഒരു ആപ്പിന്റെ വാർത്ത കിട്ടുമ്പോൾ ഒരു നിറമാറ്റം ഉണ്ടാകുന്ന കാര്യം എന്താണ്? നമ്മൾ ജാതി കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? താങ്കൾ അതിനെ ആഞ്ഞടിക്കായിരുന്നില്ലേ? അതിനിടയ്ക്ക് ഒരു ആപ്പ് കിട്ടിയ പെട്ടെന്ന് അതിച്ചാൽ പിടിക്കേണ്ട കാര്യം എന്താണ്? അതായിക്കോട്ടെ. നമ്മൾ താങ്കൾ പറയുകയായിരുന്നല്ലോ, ഇവിടെ പ്രബുദ്ധ കേരളത്തിലെ ജാതിവറിയെ പറ്റി പറയുകയായിരുന്നില്ലേ? അപ്പോഴേക്കും ഒരു ആപ്പിന്റെ വാർത്ത വന്നപ്പോൾ അതിച്ചാടി പിടിക്കേണ്ട കാര്യം എന്താണ്? അതവിടെ നിൽക്കട്ടെ, ആപ്പ് അവിടെ നിൽക്കട്ടെ സാറേ.